ഞാനും ഭയങ്കര എക്സൈറ്റഡാ. ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒക്കെ പിച്ചിൽ മന്ദം നടന്നു വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ എന്നെ പെടുത്തിയ ആളാണ്. നമ്മളെ ഉള്ളു ഇതില്, ഇന്ന് ഫുള്ള് ഇതില് നമ്മളെ ഉള്ളു. ദാവൂദിന്റെ തിരിച്ചുവരും എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, വെൽക്കം ടു ഡിട്യൂബ്. അപ്പോൾ നീ ഇതെവിടാണ് ഈ രാവിലെ തന്നെ ഈ വെളുപ്പംകാലത്ത് 5:15 ആയപ്പോൾ നീ എവിടെ പോവാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഉറക്കവും ഇല്ല, ഒന്നുമില്ല. അപ്പം ഉറക്കം വരെ കളഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്നിനു വേണ്ടി ഓടുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ തന്നെ. ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന കൂടുതലും എന്നെ പോലെ തന്നെയുള്ള വണ്ടി ഭ്രാന്തന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ പോകുന്നത് TVSന്റെ അതായത് അശോക് ലൈലാൻഡിന്റെ ഷോറൂമിലേക്കാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ 5:30 അങ്ങോട്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഈ ഒരു ടൈമിൽ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ അതിലെ കോട്ടയം നാവമ്പടം പാലത്തിന്റെ മുകളിൽ കൂടെ ഈ ഒരു ടൈം ആകുമ്പോൾ ഞാൻ നേരെ കോട്ടയം TVS ലൈലാൻഡിന്റെ ഷോറൂമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ ആ ഒരു റീസൺ ഞാൻ ഇപ്പൊ പറയണോ അതോ അവിടെ എത്തിയിട്ട് പറയണോ? എന്തായാലും അവിടെ എത്താൻ വേണ്ടി വരെ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഇപ്പതാ കോട്ടയം മെയിൻ സെന്ററിലെത്തി. അപ്പോൾ നിങ്ങൾ വെറുതെ എന്താ പറയാ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും അറിയാം, ലൈലാൻഡിന്റെ ഷോറൂമിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ഒരു ചേസ് ഡെലിവറി ഉണ്ടാവണം, ഇല്ലെന്നുണ്ടെങ്കിൽ ബസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ അങ്ങോട്ട് പോകുന്നത്. അതെ, നമ്മൾ ബസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് തന്നെയാണ് പോകുന്നത്. അതും നമ്മുടെ സ്വന്തം കൊമ്പൻ ഹോളിഡേയ്സിന്റെ പുതിയൊരു ചേസ് ഡെലിവറിയാണ് ഇന്ന്. അപ്പോൾ ചേസ് ഡെലിവറി മാത്രമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് പോകേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അപ്പം ഇന്ന് ചേസ് ഡെലിവറിയും, അതായത് കൊമ്പന്റെ ഒരു മെഗാ കംബാക്ക് ആണ് നമ്മളിവിടെ. ദീപു ചേട്ടനാണെന്നുണ്ടെങ്കിലും കൊമ്പൻ ടീമാണെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഇപ്പം കൊമ്പന്റെ പേജുകളും കൊമ്പന്റെ എന്താ പറയുക ഇപ്പോഴത്തെ ഓരോ സർപ്രൈസിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, ഓരോ വണ്ടി ഭ്രാന്തന്മാർക്കും മനസ്സിലാവുന്നതാണ്. അപ്പം ഇന്ന് ആ ഒരു മെഗാ കംബാക്കിന്റെ അടുത്തൊരു പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയാണ് ദീപു ചേട്ടൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ദീപു ചേട്ടനെ പറ്റി തന്നെ പറയണം. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ ഒരു റീസൺ, അല്ലെങ്കിൽ ഞാനും ഈ ബസ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു റീസൺ നമ്മുടെ ദീപു ചേട്ടനുമാണ്. പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ കുഞ്ഞിലോട്ടുള്ള ആഗ്രഹം ഞാൻ പല വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബസ് ഇപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ ബസ് മുതലാളിമാരും ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് കുഞ്ഞിലോട്ടുള്ള ഒരു ആഗ്രഹം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നൊക്കെയോ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമാണ് ഈ ബസ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ കയറിക്കൂടിയ ആ ഒരു ആഗ്രഹം കുറച്ചും കൂടെ തീയിട്ട് തന്നത് നമ്മുടെ ദീപു ചേട്ടനാണ്. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം ഈ കൊമ്പനുമായിട്ട് എനിക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ ഇന്നലെ ഇല്ലെങ്കിൽ ബസ് പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞിട്ടൊന്നും ഞാൻ ഈ കൊമ്പനുമായിട്ടുള്ളൊരു ബന്ധം ആയതല്ല. അതിനു മുമ്പ് തന്നെ, അതായത് എൻ്റെ പഴയ ഷോപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, Z1 ഓട്ടോമോട്ടീവ്. അപ്പം ആ ഒരു ഷോപ്പ് അറിയാതെയാണെങ്കിൽ പോലും ഞാൻ ആ ഷോപ്പ് തുടങ്ങുന്നത്, അത് ഷോപ്പിന്റെ ഓപ്പണിങ്ങിന്റെ അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെയാണ് കൊമ്പന്റെ ഷെഡ്, ഇവിടെയാണ് ദീപു ചേട്ടന്റെ വീട്. അതായത് ദീപു ചേട്ടന്റെ വീടിന്റെ ഒരു 200 മീറ്റർ അകലെയാണ്. അതായത് ദീപു ചേട്ടന്റെ വീടിന്റെയും ധാരാവിയുടെയും കറക്റ്റ് നടുക്കായിട്ടാണ് ഞാൻ കൊണ്ട് ഷോപ്പ് ഇട്ടത്. അപ്പം അതും ഞാൻ അറിയുന്ന അന്ന് ഓപ്പണിങ്ങിന്റെ അന്നാ. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ എൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന്റെ അന്ന് ദീപു ചേട്ടൻ്റെയൊക്കെ നമ്മുടെ ഒരു താറുണ്ട്, ബ്ലാക്ക് മാറ്റ് ബോംബ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വണ്ടി നമ്മുടെ ഓപ്പണിങ്ങിന്റെ അന്ന് നമ്മുടെ കടയ്ക്കകത്ത്, അതായത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, ഏതോ ഒരു 20ാമത്തെ വയസ്സിൽ ഒരു പയ്യൻ ഒരു കട തുടങ്ങുന്നു, അവനെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ അവന്റെ കടയ്ക്കകത്ത് കയറണമെന്നോ ഒന്നും ഇല്ലെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിലും ദീപു ചേട്ടൻ നമ്മുടെ കടയിൽ വരുമെന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയ്ക്കകത്ത് വണ്ടി ഇടുമെന്നുള്ളതോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. സർപ്രൈസിംഗ്ലി നമ്മുടെ ഷോപ്പ്, അതായത് ഇതിനു മുമ്പേ നമുക്ക് ഒരു ബന്ധമില്ല, ഷോപ്പ് ഓപ്പണിങ്ങിന്റെ അന്ന് ദീപു ചേട്ടൻ നമ്മുടെ അടുത്ത് കടയിൽ വരികയും അന്ന് കുറെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ നമ്മുടെ അടുത്ത് വന്നു, ഇതേപോലെ ഒരു സ്ഥാപനം ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു. അന്ന് ഒരു കാര്യം ചെയ്യടാ, വണ്ടി കയറ്റി അകത്തിട്ടോ, ഞങ്ങള് കുറച്ച് കഴിയുമ്പോഴത്തേന് വരാം, നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റ് ബോംബ് നമ്മുടെ ഷോപ്പിന്റെ അകത്ത് ഇട്ട് തന്നിട്ട് പോയ ഒരാളാണ്. അന്ന് തൊട്ട് തുടങ്ങിയ ഒരു സ്നേഹവും, അന്ന് തൊട്ടൊരു ചേട്ടനെ പോലെ കണ്ട്, സത്യം ചേട്ടനെ പോലെ എന്നെ കണ്ട് എനിക്ക് ഒരു എന്താ പറയുക ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്തും
ഒരു ഫാക്ടർ ദീപു ചേട്ടനുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പങ്ക് ദീപു ചേട്ടനുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് വീട് ആയതുകൊണ്ട് തന്നെ ധാരാവിയുടെ, അപ്പൊ എന്റെ വീട് കോട്ടയത്താണ്. അപ്പൊ നമ്മളവിടെ വീട് റെന്റിന് എടുത്തിട്ടാണ് നിന്നോണ്ടിരുന്നത്. അപ്പം ധാരാവിയുടെ തൊട്ട് മുകളിലാണ് ഞാൻ വാടകയ്ക്ക് വീടെടുത്തത്. അപ്പം എന്നും രാവിലെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ ഈ ഷെഡ് കണ്ടിട്ടും, ഇല്ലെങ്കിൽ അവരുടെ ഓരോരോ വണ്ടികൾ ഇറങ്ങുന്നതും, ഇല്ലെങ്കിൽ ഓരോ വണ്ടികൾ ഇറങ്ങുമ്പോഴത്തേക്കിന് അവര് വണ്ടി ഫുള്ള് മൂടി, ഷെഡിൽ മൂടി. അതായത് കൊമ്പന്റെ വണ്ടികൾ അറിയാലോ, ഓരോ സർപ്രൈസിങ് ആണ്. അപ്പം എന്നും, അതായത് ഓരോ വണ്ടി വരുന്നു, കഴുകുന്നു, ഓട്ടം പോകുന്നു. ഷെഡിൽ മിക്കവാറും വണ്ടികൾ കാണാറില്ല. അന്നത്തെ തരംഗം എന്ന് പറയാം, അന്നത്തെ എന്നല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ എന്താ പറയാ, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ സിറിഞ്ച് കുത്തിക്കയറ്റുന്ന, ഇല്ലെങ്കിൽ മറ്റേ മരുന്ന് കുത്തിക്കയറ്റുന്ന പോലെ നമ്മുടെയിലേക്കുള്ള വണ്ടി ഭ്രാന്ത് പിന്നെയും പിന്നെയും കുറച്ചും കൂടെ കൂട്ടി തന്നത് ഈ ഒരു കൊമ്പൻ ഹോളിഡേയ്സിനും ദീപു ചേട്ടനും ഭയങ്കര ഒരു പങ്കുണ്ട്. അപ്പം അതേപോലെ തന്നെ ഒരു കോള് വന്നു കേട്ടോ. അപ്പോ അതേപോലെ തന്നെ ഇവനൊന്നും ഉറക്കമില്ലേ, വണ്ടി എടുത്തോണ്ട് വന്നെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രലോഭിപ്പിച്ച, ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഈ വണ്ടി എടുക്കാൻ വേണ്ടി പ്രലോഭിപ്പിച്ച ഒരാളാണ് നമ്മുടെ ബിബിൻ ചേട്ടൻ, അതായത് നമ്മുടെ കൊമ്പൻ ബസിന്റെ മാനേജർ. ഇപ്പം ഞാൻ ഇതിനു മുമ്പേ ഒരു ചേസ് വീഡിയോ, അതായത് നമ്മുടെ വണ്ടി ചേസ് ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഡെലിവറിക്കും പോട്ടെ ചേസ് പ്രകാശിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ഇതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ആ യൂട്യൂബിൽ ഞാനിപ്പം ഈ ഒരു വീഡിയോ തൊട്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കണ്ടാൽ എനിക്ക് തോന്നുന്നു വണ്ടിഭ്രാന്തന്മാർക്കുള്ള, അല്ലെങ്കിൽ വണ്ടിഭ്രാന്തന്മാരായിട്ടുള്ള ആർക്കും ബോറടിക്കില്ല. അപ്പൊ നിങ്ങൾ ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലൈലാൻഡിലേക്ക് എത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബിബിൻ ചേട്ടന്റെ കാര്യം. അപ്പം ബിബിൻ ചേട്ടനാണ് നമ്മുടെ ഈ ഒരു ചേസ് കൊണ്ട് കൊടുക്കാൻ നേരത്ത് പോലെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇത്ര പെട്ടെന്ന്, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ബസ് എടുക്കാൻ പറ്റുമെന്നോ, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ എന്നെങ്കിലും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ആഗ്രഹം മാത്രം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് ഞാൻ അടക്കി വെച്ചിരുന്ന ഒരു ആഗ്രഹം മാത്രമാണ് ഈ ബസ് എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് എന്നെ തള്ളിയിട്ടത്, ഇല്ലെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഈ പറയുന്ന ബിബിൻ ചേട്ടനുമാണ്. അതായത് എനിക്ക് പല ആൾക്കാരുടെയും വണ്ടിയുടെ ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ടും, ഇല്ലെങ്കിൽ പല ആൾക്കാരുടെയും വണ്ടിയുടെ ചേസ് ഡെലിവറിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി പ്രകാശി കൊണ്ട് പോകാനൊക്കെ എന്നെ കുറെ നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മള് ഫൈനലി ലൈലാൻഡിലെത്തി. അപ്പം നമ്മുടെ ദീപു ചേട്ടന്റെ XUV 9 ഇവിടെ കിടപ്പുണ്ട്. അപ്പം അവിടെ വണ്ടി ഇവര് കിടന്ന വിളിയാണ്. അപ്പം അവിടെ വണ്ടി എത്തിയിട്ടുണ്ട്. സോറി, ഞാനും ഭയങ്കര എക്സൈറ്റഡാ. ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വണ്ടി കാണിക്കാം. വണ്ടിയല്ല, അതായത് ഞാൻ വന്ന കാര്യം പോലും ഞാൻ വിട്ടുപോയി. അപ്പം ഞാൻ എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ പറയാം. ഇപ്പൊ സെക്യൂരിറ്റി ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഒരു മിനിറ്റ്, ഓക്കെ. അപ്പൊ ഗൈസ്, ഉറക്ക പിച്ചിൽ മന്ദം നടന്നു വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ എന്നെ പെടുത്തിയ ആളാണ് ഈ നിൽക്കുന്നത്. എന്തായി? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു ബ്രോ. അപ്പം നമ്മുടെ സർപ്രൈസ് അവിടെ ആണ് കിടക്കുന്നത്. സർപ്രൈസ് നമ്മൾ കാണിക്കുന്നില്ല, ചേട്ടൻ അവിടെ ഉണ്ട്. ബാക്കി ഇന്നത്തെ ഫുൾ സംഭവങ്ങൾ നമ്മൾ ലൈവായിട്ട് ഇതിൽ വിടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇതൊന്ന് ബാക്കി കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്തിട്ട് ബാക്കി വീഡിയോസ് ആഡ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ അടുത്ത വണ്ടി ഈ കിടക്കുന്നതാണോ? ഇപ്പൊ പറയുന്നില്ല ഈ കിടക്കുന്നതാണോ അതോ ഇതാണോ അതോ ആ കിടക്കുന്നതാണോ എന്നൊന്നും പറയുന്നില്ല. ചേട്ടൻ അവിടെ ഉണ്ട്. എനിക്കിത് എങ്ങനെയൊക്കെ കവർ ചെയ്യണം, ഇത് എങ്ങനെയൊക്കെ എടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒന്നും വൈകുന്നേരം ആയാലേ ഇത് മൊത്തത്തിൽ നിങ്ങളെ എനിക്കൊന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ ഉള്ളു ഇതില്, ഇന്ന് ഫുള്ള് ഇതില് നമ്മളെ ഉള്ളു.
റാൻഡം വണ്ടികളൊന്നും നമ്മൾ എടുക്കുന്നില്ല, ഒരു വണ്ടിയാണ് എടുക്കുന്നത്. അപ്പം എല്ലാം ഒന്ന് ആൾക്കാരെ കാണിക്കാതിരിക്കാനുള്ളത്, അതായത് അതിനാണ് ഈ രാത്രി വണ്ടി ഇപ്പോൾ ഇവിടെ എത്തിച്ചേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ എനിക്കിത് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കിത് എങ്ങനെ കവർ ചെയ്യണം, എനിക്ക് എങ്ങനെ ഇത് നിങ്ങളിലേക്ക് ഇത് ഈ സാധനം കാണിക്കണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം പറ ഒന്നുകൂടെ പറ. ഇത് കിട്ടിയിട്ട് വേണം ഇനി ഒന്നല്ല രണ്ടല്ല 3 ചേസാണെന്നാ പറയാൻ പറഞ്ഞ്. അപ്പൊ അതൊക്കെ നമുക്ക് വൈകുന്നേരം ആകുമ്പോ കാണാം. 1 ആണോ 2 ആണോ 3 ആണോ അത് എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ഇറങ്ങാൻ പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വൈകുന്നേരം കാണാം. മറ്റേ പുള്ളിയാണ് കാണാതെ പുള്ളി വഴിപ്പുണ്ട് എന്തോ ഇരിക്കുന്നു. വളർച്ചയുണ്ട് അതിവിടെ കിട്ടി. എത്ര വില ഉള്ള പേടിയില്ലേ? ഗദ പ്ലസ് ജീവിതം. ഇന്ത്യ അവിടെ നിന്ന് ഒടിഞ്ഞിറങ്ങി ഇവിടെ വരണം. ഫൈനലി നമ്മളിപ്പം ഷൂട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം കുറേ സാധനങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ അകത്ത് മുമ്പേ ഇത് കഴിയുമ്പോൾ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ വണ്ടി ഇപ്പോൾ ഫുള്ള് കഴുകി സെറ്റ് ചെയ്തിട്ട് ഇതാ ചേട്ടനെ കണ്ടാൽ നടക്കുന്നത്. മുടുക്കനായിട്ടുണ്ട്. എന്താ പറയാനുള്ളേ? വണ്ടി ഇതാ അങ്ങനെ നമ്മുടെ ദാവൂദ് ഈസ് ബാക്ക്. എങ്ങനെയുണ്ട് ഗൈസ് വണ്ടി? ഒന്നും പറയാനില്ല. ദാവൂദിന്റെ തിരിച്ചുവരും എങ്ങനെയുണ്ട്? വേറെ ആരെയാ പറയണ്ടേ? നമ്മുടെ പഴയ തീം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിർത്തി ഓടിക്കണേ. ഗേറ്റോ? ലൈറ്റ് ചെറുതായിട്ടൊന്ന് ലൂസായപ്പോ അതൊന്ന് അങ്ങനെ നമ്മുടെ ഡെമോണായി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ടൈം ഒത്തിരിയായി എന്ന് പറഞ്ഞാൽ കുറേ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെന്റിൽ വണ്ടി വന്ന അല്ലെങ്കിൽ ഞാനിവിടെ വന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെയാന്ന് അതാ ഞാൻ പാതി വെച്ച് നിർത്തിപ്പോയത്. അപ്പോൾ ഇപ്പം നിലവിൽ നേരത്തെ നിങ്ങൾ കണ്ട പോലെ തന്നെ ചേസ് എല്ലാം നമ്മൾ മാറ്റിയിട്ടു, വണ്ടി ഫുള്ള് വാഷ് ചെയ്തു.
ഇപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് വണ്ടി ആരെയും കാണിക്കാതെ രാത്രി വണ്ടി തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഗ്രാഫിക്സ് വർക്കും പിന്നെ ബാക്കിയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞ് വണ്ടി എത്തിച്ചു. ഇനിയിപ്പോൾ ആരെയും കാണിക്കാതെ ഷൂട്ട് എടുത്തിട്ട് വണ്ടി കൊണ്ട് ഒളിപ്പിക്കാനുള്ള പരിപാടിയാണ്. വണ്ടിയുടെ ചേസിൻ്റെ ഡെലിവറിയുടെ ടൈമിൽ സർപ്രൈസിങ് ആയിട്ട് നമ്മുടെ ഡെലിവറി കാണാനെത്തിയ എല്ലാവരെയും വണ്ടി കാണിക്കാനുള്ള ഒരു പ്ലാനാണ് ദീപു ചേട്ടനും ബിബിൻ ചേട്ടനും കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ടീം എല്ലാവരും കൊമ്പൻ്റെ ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരവിടെ എന്തൊക്കെയോ ഡിസ്കഷൻസിലാണ്, ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ ബിബിൻ ചേട്ടൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ആ പഴയ വേഗ വണ്ടി ഉണ്ടായിരുന്ന ടൈമിൽ പോലും ഇപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുമെന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുത്തൻ വണ്ടി പുതിയൊരു ചെയ്സ് ഇറക്കി നമുക്ക് ഇതേപോലെ എന്താ പറയുക, ഇതേപോലെ ഒരു ചെയ്സ് ഇറക്കി വണ്ടി പ്രകാശിക്കൊണ്ട് ഇറക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ വണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളെ വിളിക്കുമ്പോഴും അങ്ങനെ പോയി പ്രകാശിക്കൊന്ന് കാണാം എന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ദീപു ചേട്ടനാണെങ്കിൽ നമ്മുടെ ബിബിൻ ചേട്ടൻ പറയുന്നടാ, നീ എന്തിനാ ഈ വെല്ലോറുടെ വണ്ടി ഇറക്കാൻ പോകുന്നേ? നീ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തിട്ട് നീ അത് കൊണ്ടുപോയി പണിയിപ്പിച്ച് പ്രകാശിൽ നിന്ന് ഇറക്ക്. ഇതൊക്കെ ഞാൻ എൻ്റെ ആ ഫസ്റ്റ് നമ്മുടെ ചെയ്സ് പ്രകാശിൽ കൊണ്ടുവന്ന വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഇടാം. അപ്പോൾ അങ്ങനെ ഒരു പ്രചോദനം തരികയും പിന്നെ നമ്മുടെ ചേട്ടനും വിഷ്ണുവും എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിന്നതുകൊണ്ടും നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് ഒരു പുത്തൻ വണ്ടി തന്നെ ഇറക്കാനും പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കൊമ്പൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അന്നത്തെ എൻ്റെ ആ ഒരു പ്രായത്തിൽ ബസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് അത്ര ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അതിലേക്കൊരു മരുന്ന് കുത്തിവെച്ച് തന്നത് ഈ പറയുന്ന കൊമ്പൻ ഹോളിഡേയ്സിന് വലിയൊരു പങ്കുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെയും വൈകുന്നേരം പോകുമ്പോഴും ഓരോ വണ്ടി വരുന്നു, കഴുകുന്നു, പോകുന്നു, അടുത്ത ഓട്ടം പോകുന്നു. ഷെഡിൽ മിക്കവാറും വണ്ടികൾ കാണാറില്ല. അതായത് ധാരാവി എപ്പോഴും ഒരു വണ്ടി വരുന്നു, കഴുകുന്നു, പോകുന്നു. ആ ഒരു അതായത് കൊമ്പൻ്റെയൊക്കെ പീക്ക് ടൈമായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഇപ്പോഴും അല്ലാന്നല്ല, കുറച്ചൊരു നമുക്കൊരു ഇപ്പം ഉണ്ടല്ലോ കംബാക്ക് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരേ രീതിയിൽ ലൈഫ് പോകണമെന്നില്ല. ഇപ്പം എൻ്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ പോലും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒന്നേന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ദീപു ചേട്ടനും അതേപോലെ തന്നെ കുറച്ച് സിറ്റുവേഷൻ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കൊമ്പൻ ഹോളിഡേയ്സിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അവരും ഒരു കിഡിലൻ കംബാക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതായത് പണ്ട് കേരളത്തിൽ നിന്ന് പോയ പ്രതാപങ്ങളെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടൊരു പ്രസ്ഥാനം കൂടെ ആണ് കൊമ്പൻ. അപ്പം അതിൻ്റെ ഒരു തിരിച്ചുവരവ്, അതിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതെന്ന് വെച്ചാൽ ചേട്ടനൊക്കെ നമ്മളെ ഇതേപോലെ വിളിക്കുകയും അവരുടെ കൂടെ നമ്മളെ നിർത്തുകയൊക്കെ കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എന്തായാലും ഇനിയിപ്പം നമ്മുടെ കാളിയനാണ് ഈ കിടക്കുന്നത്. അപ്പം കാളിയന് വേണ്ടി കുറേ പേര് വെയിറ്റിംഗ് ഉണ്ട്. അപ്പം അടുത്ത പടക്കം ഈ കിടക്കുന്ന സാധനമാണ്. അപ്പം കാളിയൻ ഉടനെ തന്നെ വണ്ടി ഇന്ന് ഡെലിവറി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രകാശിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതേപോലൊരു മാരക സാധനം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇത് കണ്ട് ഒരു ATP എടുക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ പിന്നെയും വന്നു തുടങ്ങി. ഞാൻ അതൊന്ന് മാറ്റി വെച്ചിരുന്നതായിരുന്നു. പക്ഷേ രാവിലെ വിഷ്ണുവിനെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു. അവരും ഭയങ്കരമായിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, ദൈവം സഹായിച്ച് എടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ ട്രോളി കൊല്ലുന്നതുണ്ട്. കാണിക്കുന്നുണ്ടേ ചേട്ടന്. ഇവർ കണ്ടില്ല കേട്ടോ. എനിക്ക് ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇനി വ്ളോഗ് എടുക്കാൻ ഭയങ്കര ചമ്മല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് അയ്യോ കണ്ടോ അഭിനയിക്കുന്നുണ്ടോ എൻ്റെ പോലെ. മീശവരിയാണ് വിഷയം. അതിന് തന്നെ കുറേ ഫാൻസ് ഉണ്ട് നമ്മുടെ ഇതിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി ഇനി ഷൂട്ടെല്ലാം കഴിഞ്ഞ് വണ്ടി നമ്മൾ കൊണ്ട് ഒളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ചേസ് ഡെലിവറിയുടെ ടൈമിലായിരിക്കും നമ്മൾ വണ്ടി അകത്തേക്ക് കയറ്റുക. അതായത് ആ ഒരു ടൈമിലായിരിക്കും എല്ലാവർക്കും സർപ്രൈസ്. അതായത് ദാവൂദ് ഇങ്ങനെ പണിഞ്ഞിറങ്ങുന്നുണ്ടെന്നുള്ള ഒരു ഹിൻറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ വണ്ടി പണിഞ്ഞിറങ്ങുന്നതിൻ്റെ സർപ്രൈസിങ് ആയിട്ട് ഇന്ന് നമ്മൾ വണ്ടി ഇറക്കുകയാണ്. ഷൂട്ട് കഴിഞ്ഞു വണ്ടിയിൽ കൊണ്ട് ഒളിപ്പിക്കാൻ പോവാണ്.
അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ വിപിൻ ചേട്ടനും ഞാനും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ദീപു ചേട്ടൻ നേരെ ദീപു ചേട്ടൻ്റെ വീട്ടിലേക്കും പോവുകയാണ്. എന്നിട്ട് ഞങ്ങൾ പോയിന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി. അവർ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ വിപിൻ ചേട്ടൻ കിടന്നൊന്ന് ഉറങ്ങി. വൈകുന്നേരത്തേക്ക് ഞങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളെ വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ചേസ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡെലിവറിയുടെ ഹാൻഡ് ഓവറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല ക്രൗഡാണ്, ഒരു രക്ഷയില്ല. ഇത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. സീറോയുടെ ഫാനാണ്. സീറോയുടെ ഒരു പടം വരച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് അയച്ചു തരും. അപ്പോൾ ചേസ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. കുറേ ക്ലിപ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വൈൻഡപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം മാക്സിമം എന്താ പറയുക, കുറേ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്. പക്ഷേ നല്ല ക്രൗഡും അത്യാവശ്യം എന്താ പറയുക ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസ് അത്രത്തോളം അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും നമുക്കിനി അടുത്തൊരു വ്ളോഗായിട്ട് തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഇത് മാക്സിമം നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ഡു ഫോളോ